ഇന്നലെ ഞാൻ ദർവീഷെ കണ്ടു. തരിയാക്കി കൂമ്പാരം കൂട്ടിയ പുറമ്പോക്കിൽ നിന്നാണ് എനിക്ക് ദർവീഷിൻ്റെ സൂട്ട്കേസ് കിട്ടിയത്. നിറമടർന്ന് ദ്രവിച്ച് അനീതികൾ ഘനീഭവിച്ച ആ പെട്ടി ദുഃഖത്തോടെ എന്നോട്, ഞാനതിനോടും. പൊടിയായി പുകയായി മരണമായി മറവിയായി ചരിത്രം ചവച്ചു തുപ്പിയ കാലങ്ങൾ, ഇരമ്പം തകർച്ചാ വിലാപങ്ങൾ വരിതെറ്റി പുറത്തേക്ക്. ഭയം മരിച്ചൊരു കൺപീലി, പാറ്റേൺ മറന്ന ചാവി, വിരലറ്റ ക്രയോൺ, നഗ്ബ തുന്നിയ ടെഡിബെയർ, പിഞ്ചിയ കോട്ടണിൽ ചോരക്കറ ചോദ്യചിഹ്നം, അന്തസിടിഞ്ഞൊലിച്ച് പൊത്തിയൊളിപ്പിച്ചിരുട്ടിൻ ഇലക്കഷ്ണം. അതിനുമടിയിൽ വിശന്ന മൂലയിൽ പലായനം പിഴിഞ്ഞ നിസ്സഹായതയുടെ മുഷിഞ്ഞ ഭാണ്ഡം. ഉള്ളിൽ വിലകെട്ട വിലാപങ്ങൾ ചത്തുചാരം തേച്ച മണ്ണടരുകളിൽ സാഹോദര്യം കുരിശേറ്റിയ, നിരാസം മുറിയേറ്റിയ, നയതന്ത്രം നിഷ്ക്രിയമാക്കിയ അസാധുവായൊരു ഭൂപടത്തുണ്ട്. ആകൃതി നശിച്ച്, അക്ഷരങ്ങൾ മാഞ്ഞ്, രേഖകൾ മുറിഞ്ഞ്, കാലങ്ങൾ കുഴമറിഞ്ഞ അനാഥമായൊരു തിരിച്ചറിയൽ കാർഡ്. കുറിച്ചെടുത്തോളൂ. ഞാൻ അതെൻ്റെ കൈകളിൽ ജീവൻ വെച്ചു. വിശന്നു, രോഷം കൊണ്ടു. പറഞ്ഞതെല്ലാം കഴിഞ്ഞുവെന്നും ഇനിയും തിരിച്ചറിയാൻ ഒന്നുമില്ലെന്നും അത് ക്ഷോഭിച്ചു. 8 ജീവനും പിന്നെ 9 എടുത്ത് കുലം കരിച്ച ക്രൗര്യം എൻ്റെ ചോട്ടിലും അട്ടഹാസം ആവേശം തിടം വയ്ക്കുമ്പോൾ മറുത്തൊന്നുമില്ലാതെ കാർഡ് തിരികെ വെച്ച് ഞാൻ അടച്ചു. പെരുമയില്ലാത്ത പേരുകൾ പെരുകിപ്പെരുത്ത് കഫിയ വലിഞ്ഞു മുറുകി ദർവീഷിൻ ദേശം സ്യൂട്ട്കേസുകൾക്കകം തിക്കുമുട്ടി തുടികൊട്ടി. ഒരിറ്റു ശാന്തി, ഒരു ചെറുപുഞ്ചിരി, ഒരിത്തിരി ആശ്വാസം, ഒരു മുഷ്ടി സ്വാതന്ത്ര്യം, സ്വസ്ഥം, സ്വാഭിമാനം. ഒരിറ്റു ശാന്തി, ഒരു ചെറുപുഞ്ചിരി, 100 ആവർത്തികൾ ഏറ്റുപാടി. ഇന്തിഫാദ വിടർന്ന വഴിയിൽ കിഴക്കും തെക്കും വടക്കും പടിഞ്ഞാറും കൈകൾ കോർത്ത് തുടികൊട്ടിപ്പാടി മനുഷ്യാണാം മനുഷ്യത്വം. എഴുത്തിനെ സംബന്ധിച്ചിടത്തോളം ഞാനിപ്പോൾ പറഞ്ഞ ഇത്രയും വർഷങ്ങളെടുത്ത് 40 വയസ്സിലാണ് ഞാനൊരു കവിതാ സമാഹാരത്തിലേക്ക് വരുന്നതെന്ന് പറയുമ്പോൾ ഇത്രയും കാലം ഞാൻ കാത്തിരിക്കുകയായിരുന്നു എന്നാണ്. ഒരർത്ഥത്തിൽ ഞാൻ ചെറുപ്പം മുതൽ തന്നെ കവിതകൾ എഴുതിയതാണ്. പക്ഷേ അതൊരു പക്വതയിലേക്ക് എത്തുക എന്നുള്ള രീതിയിൽ ഞാൻ വളരെ ചെറുപ്പത്തിൽ തന്നെ വളരെ ഗൗരവമുള്ള പുസ്തകങ്ങൾ വായിക്കാൻ നിർബന്ധിക്കപ്പെട്ട ഒരാളാണ്. എൻ്റെ അച്ഛൻ്റെ വായനശാല, ഒരു ചെറിയ വായനശാലയിൽ അവിടെ ലെനിൻ്റെയും മാർക്സിൻ്റെയും ചെഗുവേരയുടെയൊക്കെ 4ാം ക്ലാസ്സിലൊക്കെ ചെഗുവേരയുടെ ബൊളീവിയൻ ഡയറിയും വിപ്ലവത്തിൻ്റെ ഇതിഹാസമൊക്കെ വായിച്ചിട്ടാണ് EMSൻ്റെ പുസ്തകങ്ങൾ, EMSൻ്റെ സമ്പൂർണ്ണ കൃതികളൊക്കെ ഇത്തരത്തിൽ. പിന്നെ അതുപോലെ കുമാരനാശാൻ്റെ നളിനിയും കരുണയും. കുമാരനാശാനെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കവി കുമാരനാശാനാണ്. കാരണം കുമാരനാശാനെ പറ്റി സാനുമാഷ് എഴുതിയ മൃത്യുഞ്ജയം കാവ്യജീവിതം എന്നുള്ളൊരു പുസ്തകം വായിച്ച ശേഷം പിന്നീട് കുമാരനാശാൻ്റെ കവിതകൾ വായിക്കുകയും വയലോപ്പള്ളി എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട. ഇത്തരത്തിൽ കവിതകൾ അല്ലെങ്കിൽ വായന എന്ന് പറയുന്നത് എഴുത്തിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അത് ഏത് തലമുറയാണെങ്കിലും എത്ര കാലം കഴിഞ്ഞാലും വായിക്കുക എന്നുള്ളത് നമ്മുടെ ഒരു ഇന്ധനമാണത്. എഴുത്തിനുള്ള ഒരു ഇന്ധനം തന്നെയാണ്. അപ്പോൾ പുതിയ കാലത്ത് ഇപ്പോൾ പറഞ്ഞ പോലെ വൃത്തനിബദ്ധമല്ലാത്ത ഇതാണ്. പക്ഷേ അതിലൊരു താളം നമ്മളറിയാതെ തന്നെ വരുന്നുണ്ട്. വായിക്കുമ്പോൾ അത് താളനിബദ്ധമാണോ എന്നുള്ളത് അത് മറ്റൊരു കാര്യമാണ്. പക്ഷേ കവിത എന്ന ഒരു ഫോമിന് തീർച്ചയായിട്ടും അതിനൊരു രൂപം ഉണ്ടായിരിക്കണം. അത് വായിക്കുന്ന ആളിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഞാൻ എഴുതിയ കവിതകളാണ് നിങ്ങൾക്ക് വായിക്കുമ്പോൾ അറിയാം, എല്ലാ വാക്കിനും ഒരു കൂടെ നമ്മൾ ഈ ലക്ഷം പിന്നാലെ എന്ന് പറയുന്ന പോലെ ഓരോ വാക്കിൻ്റെയും കൂടെ മറ്റൊരു വാക്കിനെ ഞാൻ സപ്പോർട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ വേറൊരു വാക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ കൊടുത്തിട്ടാണ് അതിനൊരു സ്ട്രക്ചർ അല്ലെങ്കിൽ ആ ഒരു ഫോമിലേക്ക് കൊണ്ടുവരുന്നത്. തീർച്ചയായിട്ടും അത് ഉണ്ടാവണം. കവിത എന്ന് പറഞ്ഞാൽ കവിത ആയിരിക്കണം. കവിതയുടേതായിട്ടുള്ള ആ ഒരു രൂപം അല്ലെങ്കിൽ കേൾക്കുന്നവരിലേക്ക് വായിക്കുന്നവരിലേക്ക് അത് ഇറങ്ങിച്ചെല്ലുകയും വേണം. അത് ഏത് രീതിയിലാണെങ്കിലും.